everyone, welcome to Krish Talks. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവർക്കും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പി ജി ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടുതലും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നോക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 5 വർഷത്തോളമായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സബ്ജക്ട്സ് ആയിരുന്നു. അപ്പൊ അതിൽ കൂടുതൽ കുട്ടികളും ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നു. കുട്ടികൾ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരും കുഞ്ഞു മക്കളുള്ള അമ്മമാരും ഒക്കെയാണ് കൂടുതലും ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്തു വന്നിരുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് കമന്റ് സെക്ഷനിലായാലും പേഴ്സണൽ ആയിട്ടായാലും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തു, ഇനിയിപ്പോൾ പി ജി ഞാൻ എവിടെയാണ് ചെയ്യേണ്ടത്? എനിക്ക് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക? ഇനിയിപ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്, നമ്മുടെ കേരളയുടെ തന്നെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്ന രീതികളായാലും സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും എക്സാമിന്റെ സ്ട്രക്ചർ ആയാലും അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നവരിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നോക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ നിങ്ങളുടെ കസിൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ആദ്യം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാം. 2021 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. ഇവിടെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഡിഗ്രി കോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ PG കോഴ്സുകളുണ്ട്. ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാവരെയും 4 ഇയർ ഡിഗ്രി ആക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 3 ഇയർ ഡിഗ്രി തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളും അതേപോലെ തന്നെ മുഴുവനായിട്ട് 20-ൽ പരം കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് BCom, BBA, BComൽ തന്നെ BCom ഫിനാൻസ് ഉണ്ട്, BCom കോർപ്പറേഷൻ ഉണ്ട്, പിന്നെ BBA, അതേപോലെ തന്നെ BAയുടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA ഫിലോസഫി, അങ്ങനെ ഒരുപാട് സ്ട്രീമുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ PG എടുക്കുകയാണെങ്കിൽ BCom കഴിഞ്ഞ കുട്ടികൾക്ക് MComനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ BA ചെയ്ത കുട്ടികൾക്ക് MA ഇംഗ്ലീഷ്, MA മലയാളം, MA ഹിസ്റ്ററി, അങ്ങനെ 20-ൽ പരം കോഴ്സുകളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് വരുന്നതാണ്, ഇവിടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഫോറിനിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത്, പുറം രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്തത് കൊണ്ട് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവില്ല. കാരണം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UGC അപ്രൂവ്ഡ് ആയതുകൊണ്ടും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ളത് കൊണ്ട് തന്നെ MHRD അംഗീകൃതമായിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോറിൻ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. അത് മാത്രമല്ല, 3 ഇയർ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് കഴിയാൻ പറ്റുന്ന രീതിക്കുള്ള സിമ്പിൾ കോഴ്സുകൾ തന്നെയാണ്, സിമ്പിൾ സ്ട്രക്ചറാണ് ഇവർ ഓരോ കോഴ്സിലും ഒരുക്കിയിരിക്കുന്നത്. ഇനി സ്റ്റഡി മെറ്റീരിയൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി പഠിച്ച് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തതിന് ശേഷം PG ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്റ്റുഡൻസിലും ഉണ്ട്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം, MCom ആണ് PG ആയിട്ട് അവർ ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് അവർ തന്നെ തരുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പൊ നമുക്ക് പഠിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ എക്സാമിന് ഡേറ്റ് എടുക്കുന്ന സമയത്ത് മിക്കവാറും അവർക്ക് കിട്ടിയിരിക്കുന്നത് സൺഡേസ് ഒക്കെയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സൺഡേ ഒക്കെ പോയിട്ട് എക്സാം എഴുതാനും പറ്റും. അപ്പൊ അതിലൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ BCom ആണോ BB ആണോ ബെറ്റർ, അല്ലെങ്കിൽ BA ആണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടും. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ BCom ആണോ BB ആണോ ബെറ്റർ എന്നുള്ളത് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു പ്ലസ് ടുവിന് ശേഷം. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇവരുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫീസിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം, സെം ഫീസ് വളരെ അധികമാണോ എന്നുള്ളത്.
നമുക്ക് ഫസ്റ്റ് സെമ്മിലൊക്കെ 4000, 5000 അത്രയും രൂപയൊക്കെയാണ് സെം ഫീസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു 6000 രൂപയ്ക്കുള്ളിൽ തന്നെ ഓരോ സെമ്മിലും ഫീസുകൾ വന്ന് നമുക്ക് എക്സാം എഴുതാനും സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, ചില കുട്ടികൾ CA, CMA, SCCA കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ എക്സാം സെന്റർ ഒക്കെ എല്ലാ ജില്ലകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെന്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സൺഡേസിലൊക്കെ പോയിട്ട് എക്സാം എഴുതാനായിട്ടും സാധിക്കും. 3 വർഷം കൊണ്ട് തന്നെ ഡിഗ്രിയും 2 വർഷം കൊണ്ട് PGയും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ MBA ഇവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല, MCOM ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ BA എടുക്കുന്ന കുട്ടികൾക്ക് അതിന്റെ മാസ്റ്റർ ആയിട്ടുള്ള MA, PGകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കണോ എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അഡ്മിഷന്റെ കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം, അഡ്മിഷന്റെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാനും, ഇനിയിപ്പോൾ ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്തു, അങ്ങനെയുള്ള കുട്ടികൾക്ക് PG ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവരുടെ കോഴ്സിന്റെ കാര്യങ്ങൾ, ഏതൊക്കെ കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ BCom, BBA സബ്ജക്ട്സും MCOM സബ്ജക്ട്സും BA, BSCയുടെ സബ്ജക്റ്റ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഠിക്കാനും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളൊരു ബെസ്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.